എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ 10 മിനിറ്റ് കൊണ്ട് ഒരു എഗ് കറി അല്ലെങ്കിൽ ഒരു വെജ് കറി തയ്യാറാക്കുന്നതാണ്. വെജിറ്റേറിയൻസിന് ഇത് ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ മുട്ട ചേർക്കുന്നുണ്ട്. ചേർക്കാതിരുന്നാൽ നല്ലൊരു വെജ് കറി ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പം, പൊറോട്ട, ചപ്പാത്തി, നൂലപ്പം ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി ഇത് നല്ല കോമ്പിനേഷനാണ്. ഇതിന് വേണ്ടത് ഒരു സബോള, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നിങ്ങൾക്ക് കാണാൻ ഞാൻ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളൂ. 2 പൊട്ടാറ്റോ. ഈ ഉരുളക്കിഴങ്ങ് 2 മതിയായിരിക്കും. ഇത് 2 പേർക്ക് ഒരു നേരം കഴിക്കാനുള്ള കറിയാണ് ഞാനവിടെ വയ്ക്കുന്നത്. ഞാനിതിൽ കാന്താരി മുളകാണ് യൂസ് ചെയ്യുന്നത്. ഒരു 5 കാന്താരി മുളക് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പില, പിന്നെ ലാസ്റ്റ് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റാക്കി വയ്ക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി വയ്ക്കാം. എന്നിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. എന്നിട്ട് 1/2 ടീസ്പൂൺ കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അധികം ടൈമൊന്നും വെക്കേണ്ട, ഒരു 2-3 സെക്കൻഡ് വെച്ചാൽ മതിയായിരിക്കും. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ 3 പൊടികളാണ് നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് ഗരം മസാലപ്പൊടി ചേർക്കും. ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ആവും. ഇത് 3ഉം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അതിലിട്ട് നമുക്ക് ഗരം മസാല, വീട്ടിൽ പൊടിച്ച ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇതിൽ എരിവിന് വേണ്ടി വേറെ മുളക് ചേർക്കുന്നില്ല. അങ്ങനെ ചേർക്കാതിരിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കാന്താരി മുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം. അല്ലെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളക് അത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അതിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് മുങ്ങി കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടി കുറവ് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ആ സമയത്ത് ചേർത്താൽ മതി. ഇപ്പോൾ 2 വിസിൽ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷർ തനിയെ റിലീസായിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം മാത്രം നമ്മൾ വയ്ക്കുന്നതുകൊണ്ട് ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. ഇനി അതൊന്ന് ഞാൻ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്ര മതി. ഇനി അധികം നേരം തിളപ്പിക്കൊന്നും വേണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് കുറുകി വരാൻ വേണ്ടി ഒന്ന് തിളപ്പിച്ചു എന്ന് മാത്രം. 2 മിനിറ്റിന് താഴെ തിളപ്പിച്ചിട്ടുള്ളൂ. ഇതിലോട്ട് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നമ്മളിത്ര പെട്ടെന്ന് കുക്കറിൽ കുക്ക് ചെയ്തതാണെന്നൊന്നും കഴിക്കുമ്പോൾ തോന്നില്ല. പൂരിക്കായാലും അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. ഉരുളക്കിഴങ്ങ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. ഒരു 5 മിനിറ്റ് മതി നമുക്കിതിൻ്റെ പ്രഷർ തന്നെ റിലീസാവാൻ വേണ്ടിയിട്ട്. നമുക്ക് തീരെ ടൈമില്ലാത്ത സമയത്ത് ഡിന്നറിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാനത് ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്